മാങ്ങ പുരട്ടാണ്. ഒരു 10 വെള്ളരി മാങ്ങ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി പോകാൻ വേണ്ടി ഉണക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ ഉലുവ വറുത്തു, 1 സ്പൂൺ കടുക് വറുത്തു, ഒരു 2 സ്പൂണ് ഉപ്പ് വറുത്തു. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് കായപ്പൊടിയും കൂടി വറുത്ത് അതെല്ലാം ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം നല്ലെണ്ണ ഒന്ന് ചൂടാക്കി വെച്ചു. നല്ലവണ്ണം തിളപ്പിച്ച് വെച്ചു. പിന്നെ ഒരു 100 ഗ്രാം മുളക് വറുത്ത് ഉണക്കി പൊടിച്ചതാണ്, ഇങ്ങനെ ചതച്ചെടുത്തതാണ്. അതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തു. മിക്സിയിൽ കടുകും ഉലുവയും ഉപ്പും കായും എല്ലാം കൂടി അടിച്ചെടുത്തു. മുളക് പൊടിക്ക് വേണ്ടി ഞാൻ അമ്മിയിൽ ചതച്ചെടുത്തതാണ്. അങ്ങനെ മുളക് പൊടിയൊക്കെ എല്ലാം മാങ്ങയിൽ തട്ടി ആവശ്യത്തിനുള്ള നല്ലെണ്ണയും പുരട്ടി അങ്ങ് വെച്ചു. നാളെ ഇനി അത് കോരി മാറ്റി വയ്ക്കാവൂ. പിന്നെ ഇന്നലത്തെ കുറച്ച് വാള മീനുണ്ടായിരുന്നു, അതിനെ ഒന്ന് വറ്റിച്ചു. പിന്നെ അരിയൊക്കെ അടുപ്പിലിട്ടു, അരിയൊക്കെ വെന്തു, അരിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇന്നലത്തെ വാള മീനാണ്. ഇന്ന് മീൻ വയ്ക്കണുണ്ട്. കുറച്ച് മീനൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു മരിച്ചിനി കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അരച്ചിട്ട മരിച്ചിനി ആണ് ഇന്ന്, അല്ലാതെ മരിച്ചിനി സാധാ വയ്ക്കണതല്ല, അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഒക്കെയാണ് ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം പറയാൻ വിട്ടുപോയി. ആദ്യം ഞാൻ പറഞ്ഞു വന്ന മാങ്ങയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് തീരില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ രാവിലെ ഇന്ന് ദോശയ്ക്ക് തേങ്ങാ ചമ്മന്തിയാണ്, അതെല്ലാം കടുക് വറുത്തു. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ രണ്ടാം ഘട്ടം മീൻ ഞാൻ കറി വയ്ക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. ആവശ്യത്തിന് ഉപ്പും ബാക്കി തക്കാളി പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് അതിനെ ഒന്ന് അടുപ്പിൽ വെച്ചു. അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കാപ്പി കുടിക്കാൻ പോണത് അങ്ങ് അകത്തോട്ട് കയറി പോണത്. ചൂര മീനാണ് കറി വെച്ചത്, ഇന്നലത്തെ മീനാണ്. അങ്ങനെ ഇന്നലത്തെ മീനും കറിയും എല്ലാം റെഡിയായി. ഞാനത് അവിയലിന് അരയ്ക്കുന്നതാണ്. മരിച്ചിനി കൂട്ടിന് വേണ്ടി അരയ്ക്കുന്നതാണ്. അവിയലിന് അരയ്ക്കും പോലെയാണ് അരച്ച് മരിച്ചിനിയിൽ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്താനും മടി കാണിക്കരുത്. അങ്ങനെ മരിച്ചിനിയൊക്കെ ഊറ്റി വാങ്ങി റെഡിയാക്കി അതിൽ അരപ്പൊക്കെ ഒഴിച്ച് റെഡിയാക്കി വച്ചു കഴിഞ്ഞു. ഇനി കാപ്പിയൊക്കെ കുടിച്ച ശേഷം ബാക്കി ജോലി. ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടുവിശേഷം. നിങ്ങളാരും കാണാൻ മടി കാണിക്കരുത്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അങ്ങനെ മരിച്ചിനി ഇതാ റെഡിയായി. മരിച്ചിനി കൂട്ടൊഴിച്ച മരിച്ചിനി, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി മറിച്ച് വച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിയലും ആയും ഉപയോഗിക്കാം. ചോറിന് കറിയില്ലെങ്കിൽ ഇത് മാത്രം മതി, ഇതെടുത്ത് അങ്ങ് ഒഴിച്ച് കഴിച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ മീൻ